തമിഴക രാഷ്ട്രീയത്തിലേക്ക് ചുവടുവെക്കുന്നതിന് മുൻപ് വിജയ് നായകനായി എത്തുന്ന ജനനായകൻ എന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രത്തിന് റിലീസ് വിലക്ക്. സെൻസർ ബോർഡ് നൽകിയ അപ്പീലിലാണ് മദ്രാസ് ഹൈക്കോടതിയുടെ ഈ നിർണായക ഉത്തരവ്. നേരത്തെ ചിത്രത്തിന് അനുകൂലമായി സിംഗിൾ ബെഞ്ച് പുറപ്പെടുവിച്ച ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കി. സെൻസർ ബോർഡിന് തങ്ങളുടെ ഭാഗം വിശദീകരിക്കാൻ ആവശ്യമായ സമയം നൽകിയില്ല എന്ന സാങ്കേതിക വാദം അംഗീകരിച്ചുകൊണ്ടാണ് കോടതി നടപടി. എതിർ സത്യവാങ്മൂലം സമർപ്പിക്കാൻ CBFCക്ക് മതിയായ സാവകാശം നൽകാതെയാണ് സിംഗിൾ ബെഞ്ച് വിധി പറഞ്ഞതെന്ന വാദം ഡിവിഷൻ ബെഞ്ച് ശരിവെച്ചു. ജനുവരി 9-ന് പൊങ്കൽ പ്രമാണിച്ച് ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ ചിത്രം റിലീസ് ചെയ്യാനായിരുന്നു അണിയറ പ്രവർത്തകർ ലക്ഷ്യമിട്ടിരുന്നത്. എന്നാൽ സെൻസർ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കം കോടതിയിലേക്ക് നീങ്ങിയതോടെ നിശ്ചയിച്ച തീയതിയിൽ റിലീസ് അസാധ്യമായി. ചിത്രത്തിലെ ചില രാഷ്ട്രീയ പരാമർശങ്ങളും സംഭാഷണങ്ങളുമാണ് സെൻസർ ബോർഡിന്റെ എതിർപ്പിന് കാരണമായതെന്ന് സൂചനയുണ്ട്. വിജയുടെ രാഷ്ട്രീയ പ്രവേശനവുമായി നേരിട്ട് ബന്ധമുള്ള ഉള്ളടക്കമാണ് സിനിമയുടേതെന്ന ചർച്ചകൾ സജീവമായ പശ്ചാത്തലത്തിൽ സെൻസർ ബോർഡിന്റെ കർശന നിലപാട് വലിയ രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്ന് ആരാധകർ ആരോപിക്കുന്നു. വിജയ് തന്റെ സിനിമാ കരിയർ അവസാനിപ്പിക്കുന്നുവെന്ന പ്രഖ്യാപനത്തിന് ശേഷം അഭിനയിക്കുന്ന ചിത്രമെന്ന നിലയിൽ ജനനായകന് വലിയ ഹൈപ്പാണ് ലഭിച്ചിരിക്കുന്നത്. വിനോദ് സംവിധാനം ചെയ്യുന്ന ഈ ചിത്രം ഒരു പക്ക പൊളിറ്റിക്കൽ ത്രില്ലർ ആയാണ് ഒരുക്കിയിരിക്കുന്നത്. വിജയുടെ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനത്തിന് പിന്നാലെ വരുന്ന സിനിമയായതിനാൽ ഇതിലെ ഓരോ വരിയും തമിഴക രാഷ്ട്രീയം ഉറ്റുനോക്കുകയാണ്. എന്നാൽ റിലീസ് നീണ്ടുപോകുന്നത് ചിത്രത്തിന്റെ ബിസിനസിനെയും ആരാധകരുടെ ആവേശത്തെയും കാര്യമായി ബാധിച്ചിട്ടുണ്ട്. KVN പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ വെങ്കട് K നാരായണൻ നിർമ്മിക്കുന്ന ഈ ചിത്രത്തിൽ വൻ താരനിരയാണ് അണിനിരക്കുന്നത്. ബോളിവുഡ് താരം ബോബി ഡിയോൾ വില്ലനായി എത്തുമ്പോൾ പൂജ ഹെഗ്ഡെയാണ് നായിക. പ്രകാശ് രാജ, ഗൗതം വാസുദേവ് മേനോൻ, പ്രിയാമണി തുടങ്ങിയ പ്രമുഖർക്കൊപ്പം മലയാളി താരങ്ങളായ നരേൻ, മമിത ബൈജു എന്നിവരും പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട്. അനിരുദ്ധ് രവിചന്ദർ സംഗീതം നിർവഹിക്കുന്ന ചിത്രത്തിന്റെ പോസ്റ്ററുകൾക്കും ഗാനങ്ങൾക്കും ഇതിനകം തന്നെ ദശലക്ഷക്കണക്കിന് കാഴ്ചക്കാരെ ലഭിച്ചിരുന്നു. ചിത്രത്തിന്റെ സഹനിർമ്മാതാക്കളായ ജഗദീഷ് പളനിസ്വാമിയും ലോഹിത് NKയും കേസിൽ അനുകൂല വിധി തേടി സുപ്രീം കോടതിയെ സമീപിക്കുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. വിജയ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നതിന് മുൻപുള്ള അവസാന ആയുധമായി ജനനായകനെ കാണുന്നവരുമുണ്ട്. സിനിമയിലെ സംഭാഷണങ്ങൾ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ തമിഴക വെട്രി കഴകത്തിന് അനുകൂലമായി തരംഗം സൃഷ്ടിക്കുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നു. ഈ പശ്ചാത്തലത്തിൽ ചിത്രത്തിന് ഏർപ്പെടുത്തിയ നിയമപരമായ തടസ്സങ്ങൾ ബോധപൂർവമാണെന്ന സംശയം ആരാധകർക്കുണ്ട്. സെൻസർ ബോർഡ് ആവശ്യപ്പെട്ട കട്ടുകൾ നൽകാൻ തയ്യാറാകാത്തതാണ് പ്രശ്നം സങ്കീർണമാക്കിയത്. വരും ദിവസങ്ങളിൽ സിനിമയുടെ സെൻസറിംഗുമായി ബന്ധപ്പെട്ട പുതിയ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത്.